ഹലോ, ഇന്ന് നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു ബട്ടർ ചിക്കൻ റെഡിയാക്കിയാലോ? നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്നായി ക്ലീൻ ചെയ്ത് എല്ലില്ലാത്ത 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഒരു 4-5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ചിക്കന്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ചിക്കന്റെ ഉൾഭാഗമൊക്കെ കുറച്ച് സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായി വരുന്ന സമയത്ത് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ വഴന്നു വന്നാൽ 1.5 കപ്പ് അളവിൽ ചൂടുവെള്ളവും 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും എല്ലാം ഒന്ന് നല്ല രീതിയിൽ കുക്കായി വരട്ടെ. തക്കാളിയും ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനെ നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി അതേ പാത്രം ചൂടാക്കി നമ്മൾ ഇതിലേക്ക് അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതിനെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 1.5 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയും 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് കസൂരി മേത്തിയോ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ കാണാനും അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.